എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ ഒരു ചെറിയ ഗ്രന്ഥമെങ്കിലും ഈ ജീവിതകാലത്ത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്ക ആളുകൾക്കും ഇല്ല എന്ന മറുപടിയാണുള്ളതെങ്കിൽ നമ്മൾ അറിയണേ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പള്ളിയും മദ്രസയൊക്കെ വളരെ കുറവാ. ദരിദ്ര ഗ്രാമങ്ങള്, ജുമുഅ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തവര് ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഖൽബിലുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വലിയ ആവേശമാണ് അവർക്ക്. ഇപ്പൊ വലിയുപ്പമാർക്കൊക്കെ ഇംഗ്ലീഷിലുള്ള പുസ്തകം വായിച്ച പേരക്കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരുണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇനി അങ്ങനൊന്നും ഇല്ലെങ്കിൽ മലയാളത്തിലുള്ളത് മാത്രം വാങ്ങാം. മലയാളം ഇംഗ്ലീഷും കൂടി വാങ്ങിയാൽ കുട്ടികൾക്ക് കൊടുക്കാനും വായിക്കാനും ഒക്കെ പറ്റും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സ്വർഗത്തിലേക്ക്, നന്മയിലേക്ക്, അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് എത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ അമലാണ്. ഇശ്ഫഉ തുജറൂ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ. അതാ ഒരാൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഫോൺ ചെയ്ത് പറയൽ, ഒരു ദർസിലോ ഒരു കോളേജിലോ ഒരു ദഅവാ കോളേജിലോ ഒരു നല്ല കാര്യത്തിനു വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്താൽ അതും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഒരു ദിവസം കഅബാലയത്തിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. ബരീറ എന്ന് പറയുന്ന മഹദി അവിടുത്തെ മുഗീസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. മുഗീസ് അടിമയാണ്, ബരീറ ഭാര്യയാണ്. രണ്ടുപേരും ഇങ്ങനെ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ മുഗീസ് എന്ന് പറയുന്ന ആൾ അങ്ങേയറ്റത്തെ താല്പര്യത്തോടെയാണ് ഭാര്യയോട് പെരുമാറുന്നത്. ഭാര്യക്കാണെങ്കിൽ യാതൊരു പരിഗണനയും ഇല്ല. ഭാര്യയും ഭർത്താവും കൂടെ കഅബാലയം തവാഫ് ചെയ്യാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മുഗീസ് ബരീറ എന്ന ഭാര്യയുടെ കൂടെ ഇങ്ങനെ പിന്നാലെ നടക്കാണ്. അടങ്ങാത്ത സ്നേഹം. ബരീറയ്ക്കാണെങ്കിലോ ഈ മുഗീസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അതാ പറയുന്നു, കഅന്നി അൻദുറു ഇലൈഹി യതൂഫു ഖൽഫഹാ യബ്കീ വദുമൂഉഹു തസീലു അലാ ലിഹയതിഹി. മുഗീസ് പിന്നാലെ നടന്ന് കരയുകയാണ്. ബരീറ മുന്നിലങ്ങനെ ആവേശപൂർവ്വം നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ അബ്ബാസ്, അബ്ബാസ് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബ്ബാസ് അലാ തഅജബു മിൻ ഹുബ്ബി മുഗീസിൻ ബരീറത വമിൻ ബുഗ്ദി ബരീറത മുഗീസ. ബരീറക്ക് ആ ഭർത്താവിനോട് ഒരു പരിഗണനയില്ല, കണ്ടില്ലേ? ആ മുഗീസിന് അവളോടുള്ള സ്നേഹം കണ്ടില്ലേ? വല്ലാത്ത സ്നേഹം തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ബരീറെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലൗ റാജഅതീഹി ഫഇന്നഹു അബൂ വലദിക. അല്ലയോ ബരീറ, നിങ്ങൾക്ക് മുഗീസിനെ ഒന്ന് പരിഗണിച്ചൂടെ? അദ്ദേഹം നിങ്ങളുടെ മക്കളുടെ ഉപ്പയല്ലേ? ഇങ്ങനെ അങ്ങ് അവഗണിച്ചാൽ എങ്ങനെയാണ്?
നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിച്ചുകൂടെ? അപ്പോൾ ബരീറ ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ അങ്ങനെ ചെയ്യാൻ? എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം അദ്ദേഹത്തോടില്ല, അദ്ദേഹത്തെ ഞാൻ സ്വീകരിക്കണമെന്ന് തങ്ങൾ കൽപ്പിക്കുകയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, കൽപ്പിക്കുകയല്ല. കാരണം കൽപ്പിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന സ്വീകരിക്കൽ അനുയായികൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് നിർബന്ധ കൽപ്പനയാണോ തങ്ങളെ എന്നോട് ചെയ്യുന്നത്? അല്ല, ഞാൻ കൽപ്പിക്കുകയല്ല. പിന്നെ എന്തു ചെയ്യുകയാണ്? ഞാൻ ശഫാഅത്ത് ചെയ്യുകയാണ്, ഞാനൊരു ശുപാർശ ചെയ്യാണ്. അങ്ങനെ എടുത്തെങ്കിൽ നന്നായിരുന്നു. കാരണം എന്താണ്? ഇശ്ഫഉ തുജറു, നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്താൽ, നല്ല കാര്യത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിച്ചാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അതാ നമ്മുടെ വാർഡിൽ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട്, അയാൾക്കൊരു വാട്ടർ ബെഡിന്റെ ആവശ്യമുണ്ട്. നമ്മൾ മറ്റൊരാളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇതാ നമ്മുടെ ഹാജിയാർ സുഖമില്ലാതെ കിടക്കാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇന്ന ആൾ സുഖമില്ലാതെ കിടക്കുന്നു, ഒരു വാട്ടർ ബെഡിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ കേട്ടയാൾ സഹായിച്ചു, വാങ്ങിക്കൊടുത്തു. ഈ ഇടയിൽ നിന്ന് മീഡിയേറ്റർക്ക് വലിയ പ്രതിഫലമുണ്ട്. നമ്മുടെ സാന്ത്വനം വളണ്ടിയർമാര് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം ഇതാണ്. ആളുകളെ സഹായിക്കുന്നവരെ കണ്ടെത്തി സഹായം അർഹിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിന്റെ ഇടയിൽ മീഡിയേറ്റർമാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനം അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് പദവി കിട്ടാനുള്ള പ്രവർത്തനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഓ കെ ജൂദോ കറം ഹേ ഷഹേ ബത്ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗനെ വാലാ തേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചാൽ തങ്ങൾ തട്ടിയ ഒരു അനുഭവം ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ ജൂദോ കറം ഹേ ഷഹേ ബത്ഹാ തേരാ, ബത്ഹാഇന്റെ രാജാവായ ഹബീബായ തങ്ങളെ, അവിടുത്തെ ഔദാര്യം എത്ര വലുതാണ്. എന്തേ കാരണം? നഹീ സുൻതാ ഹി നഹീ മാംഗിനെ വാലാ തേരാ, തങ്ങളോട് ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അത് വല്ലാത്ത ഔദാര്യം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വന്തമായി നൽകാനില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി നൽകുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു വന്ന ഒരാൾക്ക് നൽകാനില്ലാതെ വന്നപ്പോൾ വായ്പ വാങ്ങി നൽകുകയാണ്. ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഉണ്ടെങ്കിൽ നൽകിയാൽ പോരെ, കടം വാങ്ങി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വർത്തമാനം ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ മുഖത്ത് അത് പ്രകടമായി. അപ്പോഴാണ് അതാ ഒരാൾ വരുന്നു, ഒരു അഅറാബിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൽകിക്കോ. ലാ തഖ്ശ മിൻ ദിൽ അർശി ഖലാല, അർശിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കൈവിടുകയില്ല. അവിടുന്ന് ദാരിദ്ര്യം ഭയക്കേണ്ടതില്ല. തങ്ങൾ നൽകിക്കോ നബിയെ, നൽകിക്കോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അല്ലയോ ഉമറേ, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം ഉമറേ. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ഈ അറാബി പറഞ്ഞത് എത്ര നല്ല വർത്തമാനം. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വലിയ വലിയ ബാധ്യതകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും
സ്വകാര്യമായ കാര്യങ്ങൾ, ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സയ്യിദുനാ ബിലാൽ